ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ വീഡിയോയുമായിട്ടാണ്. ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം നമുക്ക്. അതിൻ്റെ പേര് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങളിട്ട് വിളിച്ചോളൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 വശത്തും ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെള്ള ഭാഗം മാത്രം മതി നമുക്ക് അതെടുക്കുക. അതെടുത്തതിന് ശേഷം അതിനെ നമുക്ക് 4 ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചെടുക്കാം. അല്ല, രണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി ഭാഗം മറ്റേ കട്ട് ചെയ്ത ഭാഗം നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ മാറ്റി വെച്ച ഭാഗത്തിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരുപാട് കറുത്തിരിക്കുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത് കണ്ടിട്ട് തന്നെ അത് ഒരുമാതിരി ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കരിഞ്ഞ ഭാഗങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കത് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് 1.5 സ്പൂൺ മൈദയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം അത് കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കുക. കുഴമ്പ് രൂപത്തിലായി കട്ടയൊന്നും ഇല്ലാതെ നല്ല കുഴമ്പ് രൂപത്തിലായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല ഒരു അടിച്ച് പതച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ആദ്യം മറ്റേ കൂട്ടിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് പൊതിഞ്ഞ് 4 വശവും നല്ല രീതിയിൽ കൂട്ട് വരത്തക്ക രീതിയിൽ പൊതിഞ്ഞെടുക്കുക. ഞാൻ ഇപ്പോൾ എല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെ വരുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞപ്പോൾ ഞാൻ മറു സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിനെസ്സുള്ള സാധനമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായി. ഇനി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് അധികം വന്നായി. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂട്ടും കുറച്ച് ബാക്കി വന്നായിരുന്നു. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉരുളകളാക്കിയിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ ഉരുട്ടിയാനിട്ട് നോക്കിയത്, എങ്ങനെ വരുമെന്ന് അറിയില്ലല്ലോ. ഉരുളകളാക്കി എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ച് അതുപോലെ 2 സൈഡ് മൂപ്പിച്ച് വറുത്ത് കോരിയായിരുന്നേ. അപ്പം അതും കുഴപ്പമില്ല. പക്ഷേ ഇത് മറ്റേനെ അപേക്ഷിച്ച് അത്ര പോരെങ്കിൽ പോലും ഇതും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുട്ടികൾക്കൊന്നും ബ്രെഡ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണേ.